ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ തിരുവചനമാണ് നമ്മുടെ വചന വിചിന്തനത്തിന് വിഷയമാക്കുന്നത്. വചനം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന രാജാവായ ഈശോയെ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ സന്ദർശിച്ചപ്പോഴെല്ലാം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സമാധാനം വിതരണം ചെയ്ത കർത്താവേ, ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് വ്യാപിക്കാൻ പ്രത്യേകമായി അവിടുത്തെ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അസ്വസ്ഥമായ ഈ ലോകത്തോട് ചേർന്ന് ഞങ്ങളിപ്പോൾ ലോകത്തിൽ മുഴുവൻ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അവിടുത്തെ പുത്രൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുത്തെ പുത്രൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരിക്കൽ കൂടി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശുവിൽ നാം സമാധാനം കണ്ടെത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഇവിടുത്തെ നമ്മുടെ ഒരു ചിന്താവിഷയം നമ്മുടെ സമാധാനത്തിൻ്റെ കാരണം എന്താണ്? നമ്മളിപ്പോൾ സമാധാനം അനുഭവിക്കുന്നെങ്കിൽ ആ സമാധാനത്തിൻ്റെ കാരണം എന്താണ്? അത് യേശുവാണോ? നമ്മുടെ സമാധാനത്തിൻ്റെ കാരണം യേശുവാണോ? ഈ ഒരു ചോദ്യത്തിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. തിരുവചനം നമ്മളോട് പറയുന്നത്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത് യേശുവിലാണ്, മറ്റൊന്നിലുമല്ല. രണ്ട് രീതിയിൽ നമുക്ക് സമാധാനം കണ്ടെത്താം. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അത് നമുക്ക് തരുന്നൊരു സമാധാനമുണ്ട്. നല്ല ആരോഗ്യമുണ്ട്, അത് നമുക്ക് തരുന്നൊരു സമാധാനമുണ്ട്. അല്ല, അധ്വാനിക്കാൻ നല്ല ആരോഗ്യമുണ്ട്, അധ്വാനിച്ചാൽ പറമ്പ് കൃഷി നമുക്ക് ഫലം തരുന്നുണ്ട്, അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, അത് നമുക്കൊരു സമാധാനം തരും. മക്കൾ നല്ല മക്കളാണ്, നല്ല സ്വഭാവമുള്ളവർ, നന്നായിട്ട് പഠിക്കുന്നവർ, അത് നമുക്ക് സമാധാനം തരും. അല്ലെങ്കിൽ ജീവിത പങ്കാളി, സ്നേഹമുള്ള ജീവിത പങ്കാളി, അങ്ങനെ നമുക്ക് സമാധാനം തരാൻ ഈ ലോകത്തിൽ പല കാരണങ്ങൾ ഉണ്ട്. ഇതാണോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ കാരണം? പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവസാനം നമ്മൾ പരാജയപ്പെടും. നമ്മുടെ സമാധാനത്തിൻ്റെ കാരണം എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ സമാധാനത്തിൻ്റെ കാരണം യേശുവാണ് എന്ന തലത്തിലേക്ക് ഉയരുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെടും. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് സമാധാനം അനുഭവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം കുറച്ചുകൂടി ഇത് വ്യക്തമാക്കി പറയുന്നുണ്ട്. 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. നോക്കണം, സുന്ദരമായൊരു വചനമാണത്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത് സമാധാനമാണ്. കർത്താവായ ഈശോ തന്നിട്ട് പോയ സമാധാനം എന്നിൽ ഇപ്പോൾ ഉണ്ടോ? അടുത്ത വാക്യം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണത്. ഞാൻ തരുന്നത് എൻ്റെ സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സമാധാനം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഈശോയുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ കുരിശുമരണം വരെ നമ്മൾ കണ്ടുമുട്ടുന്ന സമാധാനത്തിൻ്റെ അടയാളം അതാണ് ഈശോ. ഈശോയുടെ വളർച്ചയിലുടനീളം അവനൊരു സമാധാനം അനുഭവിച്ചു. എപ്പോഴാണ് അവൻ അസമാധാനത്തിൽ അസ്വസ്ഥനായത്? എപ്പോഴാണ്? ഒരിക്കലുമില്ല. എപ്പോഴാണ് അവൻ അസമാധാനം കൊണ്ട് പുളഞ്ഞത്? ഒരിക്കലുമില്ല. ശിഷ്യന്മാർ തന്നെ വിട്ടിട്ട് പോയപ്പോൾ അവൻ അസമാധാനം കൊണ്ട് പുളഞ്ഞോ?
പ്രിയപ്പെട്ട ശിഷ്യൻ കാശിനു വേണ്ടി തന്നെ ഒറ്റിക്കൊടുത്തപ്പോൾ അവൻ്റെ സമാധാനം പോയോ? പ്രിയപ്പെട്ട പത്രോസ് തന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവൻ്റെ സമാധാനം പോയോ? അവസാനം എല്ലാവരും കൂടി തല്ലി തകർത്ത് കുരിശിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അന്യായമായി പീലാത്തോസ് വധശിക്ഷ വിധിച്ചപ്പോൾ അവൻ്റെ സമാധാനം പോയോ? ഒന്നും പോയില്ല. അപ്പോഴൊക്കെ അവൻ്റെ ഉള്ളിൽ ഒരു സമാധാനമുണ്ട്. കാരണം യേശു സമാധാനമാണ്. ആ സമയത്തൊക്കെ കർത്താവായ ഈശോ തൻ്റെ ഉള്ളിൽ നമുക്ക് വർണ്ണിക്കാനാവാത്ത ഒരു സമാധാനം അനുഭവിക്കുന്നുണ്ട്. രണ്ട് സന്ദർഭങ്ങൾ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സന്ദർഭങ്ങളുണ്ട്. മർക്കോസ് സുവിശേഷകൻ 14-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ, 14:36 മുൻപ് 14:32 മുതൽ വായിക്കുമ്പോൾ, മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 32 മുതൽ വായിക്കുമ്പോൾ വളരെ സുന്ദരമായിട്ട് ഈശോയുടെ വ്യക്തിജീവിതത്തിലെ അസമാധാനം അനുഭവിക്കേണ്ടിയിരുന്ന ഒരു തലം വിവരിക്കുന്നുണ്ട്. 14:32 മുതൽ ഞാൻ വായിക്കാം. അവർ ഗത്സമേനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. നോക്കൂ, അടുത്ത വാക്യം വായിച്ചു നോക്കൂ. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ്, സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാപിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, അവനിവിടെ മനസ്സൊരുകി നൊന്തുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. സാധ്യമെങ്കിൽ ഈ മണിക്കൂർ തന്നെ കടന്നു പോവട്ടെ. ഒരു ഉത്തരവും ഈ ഗത്സമൻ തോട്ടത്തിലിരിക്കുന്ന മകന് ലഭിക്കുന്നില്ല. ഒരു ഉത്തരവും. ആരും ഒരു ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം കൊടുത്തില്ല. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ആബാ പിതാവ് ഉത്തരം കൊടുത്തില്ല. 33-കാരൻ, ഒരു ചെറുപ്പക്കാരൻ്റെ ചങ്കുപൊട്ടിയുള്ള ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗസ്ഥനായ പിതാവ് മറുപടി കൊടുത്തില്ല. അപ്പോൾ ആ മറുപടി കിട്ടാത്ത പ്രാർത്ഥനയുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ, മറുപടി കിട്ടാത്ത പ്രാർത്ഥനയാണ് ഏതൊരു മനുഷ്യനെയും അസമാധാനത്തിലേക്ക് തള്ളിവിടുന്നത്. മറുപടി കിട്ടാത്ത പ്രാർത്ഥനയുടെ മുമ്പിൽ മകൻ അവിടെ ഇരുന്ന് ആ ഗത്സമൻ തോട്ടത്തിലിരുന്ന് വിളിച്ചു പറഞ്ഞ ഉത്തരം ശ്രദ്ധേയമാണ്. എന്താ അവൻ പറഞ്ഞെന്നറിയാമോ? ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. മറുപടി കിട്ടാതെ വന്നപ്പോൾ മകൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇത്ര സമാധാനത്തോടെയാണ് ഗത്സമൻ തോട്ടത്തിൽ നിന്ന് ഈശോ ഇറങ്ങിപ്പോരുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 32 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഗത്സമൻ തോട്ടത്തിൽ നിന്ന് ഈശോ ഇറങ്ങിപ്പോരുന്നത് എത്ര സമാധാനത്തോടെയാണ്. ഇങ്ങനെയാണത്. 32 മുതൽ പ്രാർത്ഥിച്ചു വന്നിട്ട് 36-ാമത്തെ വാക്യത്തിൽ അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. മറുപടി കിട്ടണില്ല. മറുപടി കിട്ടാത്ത പ്രാർത്ഥന, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. ഇതാണ് സമാധാനം. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുകയാണോ? അത്ര സമാധാനത്തോടെയാണ് കർത്താവ് അവിടുന്ന് ഇറങ്ങിപ്പോരുന്നത്. ഇതാണ് യേശു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സമാധാനം. ഇനി മറ്റൊരു രംഗം, അത് കുരിശിൽ കിടക്കുന്ന മിശിഹായാണ്. കുരിശിൽ കിടക്കുമ്പോൾ അവൻ നിലവിളിച്ചു എന്നാണ് തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. എൽ എൽ ലമ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? കുരിശിൽ കിടന്നുകൊണ്ട് മരണസമയത്ത് അവൻ്റെ നിലവിളിയാണ്.
അപ്പോൾ താഴെ നിന്നിരുന്നവർ പറഞ്ഞു, നിൽക്ക് നിൽക്ക് നിൽക്ക്, ഏലിയ വന്നവനെ രക്ഷിക്കുമോ എന്ന് നോക്കാം. ആരും മറുപടി കൊടുത്തില്ല. അവൻ്റെ നിലവിളിക്ക് ആരും മറുപടി കൊടുത്തില്ല. സ്വർഗം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തില്ലെന്ന്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന, ഉത്തരം കിട്ടാത്ത യാചന. പക്ഷേ അവൻ്റെ മരണമാണ് ഏറ്റവും സമാധാനപൂർണമായ മരണം. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരിച്ചു. കണ്ടോ, ഏറ്റവും സമാധാനത്തോടെ മരിച്ചവനാണ് കർത്താവായ ഈശോ മിശിഹ. മരണത്തിൻ്റെ തലേ നിമിഷത്തിൽ പോലും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഒരു ഉത്തരവും കൊടുത്തില്ല. പക്ഷേ ആ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന അവശേഷിക്കുമ്പോൾ പോലും എത്ര സമാധാനത്തോടെയാണ് അവൻ മരിച്ചേ. എല്ലാം പൂർത്തിയായി. ഇതാണ് യേശുവിൻ്റെ സമാധാനം. പ്രിയപ്പെട്ടവരെ, 14-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഈ സമാധാനമാണ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവായ ഈശോ മിശിഹ അനുഭവിച്ച ഈ സമാധാനമാണ് അവൻ നമുക്ക് തന്നിട്ട് പോയത്. ഈ സമാധാനം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ഇപ്പോൾ? എങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരാണ്. എങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്. ഒരാൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്ന സമാധാനമാണ്. പരീക്ഷണങ്ങളുണ്ടാവാം ജീവിതത്തിൽ, തകർച്ചകളുണ്ടാവാം ജീവിതത്തിൽ. ഇതൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ സംഭവിക്കുന്ന സ്വാഭാവികതകളാണ്. ഒരു സമൂഹമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ചിലർ കൈവിട്ടെന്ന് വരാം, ചിലർ കളിയാക്കിയെന്ന് വരാം, ചിലർ നമുക്ക് അവകാശപ്പെട്ടത് കവർന്നെടുത്തു എന്ന് വരാം, ചിലപ്പോൾ നമ്മളെ ഉപയോഗിച്ചെന്ന് വരാം, എന്നിട്ട് നമ്മളെ ഉപയോഗശൂന്യമായി കഴിയുമ്പോൾ നമ്മളെ വലിച്ചെറിഞ്ഞെന്ന് വരാം, മക്കളെ വലിച്ചെറിഞ്ഞെന്ന് വരാം, മാതാപിതാക്കളെ മക്കൾ വലിച്ചെറിഞ്ഞെന്ന് വരാം, ജീവിത പങ്കാളി തൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും കാണുന്നില്ലെന്ന് വരാം, പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് വരാം, നനച്ചിരിക്കാത്ത സമയത്ത് ശരീരത്തിൽ രോഗം ബാധിച്ച് അവശതയിലായെന്ന് വരാം. ഇതെല്ലാം ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിലെ സ്വാഭാവികതകൾ മാത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അനുഭവിച്ച സമാധാനം എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ഇത് തന്നിട്ട് പോകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. നമ്മളിത് കേൾക്കുന്നത് ശാലോമിൽ കൂടിയാണ്. സമാധാനത്തിൻ്റെ ആ പേര് പോലും സമാധാനമാണ്. നമ്മളിത് കേൾക്കുന്നത് ശാലോമിൽ കൂടിയാണ്, സമാധാനത്തിൽ കൂടിയാണ് കേൾക്കുന്നത്. കേൾക്കുന്ന ഈ സമയത്ത് ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു അനുഭവിച്ച സമാധാനം അവൻ നമുക്ക് തന്നിട്ട് പോയി. ആ സമാധാനം അത് നമുക്ക് തന്നിട്ട് പോയി. എന്നിട്ട് ഞാനിപ്പോൾ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? അവൻ എനിക്ക് തന്നിട്ട് പോയ സമാധാനം ഞാനിപ്പോൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു പുനർ ആലോചന നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ട സമയമായി. ഇനി പ്രിയപ്പെട്ടവരെ, 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അടുത്ത വാക്യം ശ്രദ്ധേയമാണ്. 27-ന്റെ അടുത്ത വാക്യം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. ഇപ്പം 2 തരം സമാധാനമുണ്ട്. ലോകം നൽകുന്ന സമാധാനവും ക്രിസ്തു നൽകുന്ന സമാധാനവും. ഇതിലേതാണ് ഞാൻ അനുഭവിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ഞാൻ, ഭക്തനായ ഞാൻ, വിശ്വാസിയായ ഞാൻ ഇതിലേതാണ് ഞാൻ അനുഭവിക്കുന്നത്? 2 തരം സമാധാനമുണ്ടെന്നാണ് കർത്താവ് ഇവിടെ അസന്നിഗ്ധമായി നമ്മളെ പഠിപ്പിച്ചത്. ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനം അല്ലത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ 2 സമാധാനമുണ്ട്. ഒന്ന് ലോകം നൽകുന്നത്, 2 ക്രിസ്തു നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, ബലമുണ്ട്, അരോഗദൃഢഗാത്രനാണ്. ഇത് നമുക്കൊരു സമാധാനം നൽകും. അത് ലോകം നൽകുന്ന സമാധാനമാണ്. വീട്ടിലൊരു കുഴപ്പമില്ല, ദാരിദ്ര്യമില്ല, അത്യാവശ്യം വരുമാനമുണ്ട്, ഭംഗിയായി പോകുന്നു, അത് നമുക്ക് നൽകുന്നൊരു സമാധാനമുണ്ട്. ഇത് ലോകത്തിൻ്റെ സമാധാനമാണ്, ലോകം നൽകുന്ന സമാധാനം.
ഇങ്ങനെ നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ നീങ്ങുമ്പോൾ നമുക്കതൊരു സമാധാനം തരും. അത് ലോകത്തിൻ്റെ സമാധാനമാണ്. ഈ സമാധാനം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഞാൻ സമാധാനത്തിലാണ് ജീവിക്കുന്നത് എന്ന് ധരിച്ചാൽ ലോകത്തിലെ സമാധാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൻ്റെ സമാധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അത് പെട്ടെന്ന് അസ്തമിച്ചു. ഇപ്പം എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ് എൻ്റെ സമാധാനത്തിന് കാരണമെങ്കിൽ നാളെ എൻ്റെ ശരീരത്തിന് ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മാരക രോഗം പിടിപെട്ടാൽ അപ്പം എൻ്റെ സമാധാനത്തിൻ്റെ കാരണം പോയല്ലോ. പിന്നെ എനിക്ക് സമാധാനമില്ല. ലോകത്തിൻ്റെ സമാധാനം ക്ഷണികമാണ്. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സമാധാനത്തിൻ്റെ കാരണം പോയാൽ നമ്മുടെ സമാധാനം പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഒരു കുഴപ്പമില്ല, കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു, ഇത് നമുക്ക് ഒരു സമാധാനം നൽകുന്നു. പെട്ടെന്നാണ് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന കച്ചവടം, കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ വരുമാന മാർഗം അത് അടഞ്ഞു പോകുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ സമാധാനത്തിൻ്റെ കാരണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതോടെ പിന്നെ നമുക്ക് സമാധാനമില്ല. അതാണ് ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ സമാധാനം ലോകം തരുന്ന സമാധാനം പോലെയല്ല. ലോകം തരുന്ന സമാധാനം പോലെയല്ലത്. അത് ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും കെട്ടുപോകാത്ത, ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാത്ത സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, 16-ാം അധ്യായത്തിൽ കർത്താവ് ഇത് പറയുമ്പോൾ എന്താണ് യേശു അനുഭവിച്ച സമാധാനത്തിൻ്റെ കാരണം എന്ന് 16-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഈശോ മിശിഹ തൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിച്ച ഈ മങ്ങാത്ത സമാധാനത്തിൻ്റെ കാരണം എന്താണ്? ശരീരത്തിന് രോഗമില്ലായിരുന്നു എന്നതാണോ കാരണം? അല്ല. അല്ലെങ്കിൽ എന്താ, തനിക്ക് കഴിവുകളുണ്ടായിരുന്നു എന്നതാണോ കാരണം? അല്ല. ഈശോ മിശിഹ അനുഭവിച്ചിരുന്ന സമാധാനത്തിൻ്റെ കാരണം തൻ്റെ കൺമുമ്പിൽ കാണുന്നതിൽ ഒന്നുമല്ല. യഹൂദനായിരുന്നു താൻ എന്നതായിരുന്നോ തൻ്റെ മതത്തെക്കുറിച്ചുള്ള ആ വലിയ ബോധമായിരുന്നോ ഈശോയുടെ സമാധാനത്തിൻ്റെ കാരണം? അല്ല. 16-ാം അധ്യായത്തിൻ്റെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടിട്ട് പോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച്, എന്നെ ഒറ്റയ്ക്കിട്ട്, എന്നെ ഉപേക്ഷിച്ച്, എന്നെ തള്ളിപ്പറഞ്ഞ്, എന്നെ തള്ളിക്കളഞ്ഞ് നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതത്തിൽ ഒരാളെ ഏറ്റവും വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് അയാളെ എല്ലാവരും കൈവെടിയുക. എല്ലാവരും കൈവെടിയുന്ന മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വേദന അനുഭവിക്കുന്ന മനുഷ്യൻ. സമ്പത്തില്ലെങ്കിലും ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പിടിച്ചു നിൽക്കും. രോഗിയാണെന്ന് കൂട്ട്, ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. ഭാര്യ പറയുക ഞാൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ മക്കൾ പറയുക അപ്പച്ചൻ ഞാൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ അയൽക്കാർ പറയുക ചേട്ടാ ഞാൻ നിങ്ങളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ രോഗിയാണെങ്കിലും ഇവർ കൂടെയുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകും. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരാളെ തനിച്ചാക്കുക എന്നതാണ്. മക്കൾ തനിച്ചാക്കുക, ജീവിത പങ്കാളി തനിച്ചാക്കുക, എല്ലാവരും ഒരാളെ കൈവെടിയുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. അത് ഈശോ നേരിട്ടയാളാണ്. സകലരും കൈവെടിഞ്ഞു. അത് ഈശോ തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ കൈവിട്ടിട്ട് നിങ്ങളുടെ വഴിക്ക് ചിതറിപ്പോകും. ഈ ശിഷ്യന്മാർ പോകും, അപ്പം തിന്നവർ പോകും, കൂടെ നടന്നവർ പോകും, ഓശാന വിളിച്ചവർ പോകും, വന്ന് രോഗശാന്തി നേടിയവർ പോകും, തന്നെ കാണാൻ വഴി നീളെ ക്യൂ നിന്നവർ പോകും, എല്ലാവരും പോകും. തന്നെ ഇട്ടിട്ട് എല്ലാവരും പോകും. എല്ലാവരും പോയി. തന്നെ എല്ലാവരും കൈവിട്ടു. ഒരു വേള നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, സ്വർഗം പോലും കൈവിട്ടെന്ന്, ദൈവം പോലും കൈവിട്ടെന്ന്, യഹോവ പോലും കൈവിട്ടെന്ന്. അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഈശോ മാറുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. ഗത്സമൻ തോട്ടത്തിലിരുന്ന് നടത്തുന്ന നിലവിളിയൊന്നും
ആരും കേൾക്കണില്ല. കുരിശേ കിടന്ന് നടത്തുന്ന നിലവിളിയൊന്നും ആരും കേൾക്കണില്ല. ആരുമില്ല കൂടെ. എല്ലാവരും വിട്ടു, മനുഷ്യൻ വിട്ടു, ദൈവം വിട്ടു എന്നൊക്കെ നമുക്ക് തോന്നാം അവനെക്കുറിച്ച്. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു. സകലരും കൈവിട്ടു എന്ന്. അപ്പോൾ ഈശോ അപ്പോഴും സമാധാനം അനുഭവിച്ചു. അതിൻ്റെ കാരണം തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്നെ ഏകനായി വിട്ടിട്ട് പോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. എങ്കിലും ഞാൻ ഏകനല്ല. അതാണ് ഈശോയുടെ അവബോധം. നിങ്ങളെല്ലാം എന്നെ കൈവിട്ടില്ലേ, എങ്കിലും ഞാൻ ഏകനല്ല. പ്രിയപ്പെട്ടവർ, ഇതാണ് ഈശോയുടെ അവബോധത്തിൻ്റെ കാരണം. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇതാണ് ഈശോയുടെ അവബോധത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ ഏകനല്ല, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന്. നിങ്ങളെല്ലാവരും എന്നെ കൈവിട്ടു, ചിതറി ഓടി. എൻ്റെ കൂടെ പിതാവുണ്ട്, എൻ്റെ കൂടെ പിതാവുണ്ട്. ഞാൻ ഏകനല്ല. ഈ അവബോധമാണ് ഈശോയുടെ സമാധാനത്തിൻ്റെ കാരണം. പ്രിയപ്പെട്ടവർ, ഇതാണ് ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത. ഈ സമാധാനം നമുക്ക് കിട്ടിയാൽ എൻ്റെ പിതാവ് എന്നെ ഉള്ളം കയ്യിൽ താങ്ങുന്നു, എൻ്റെ കർത്താവായ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ഒരു സമാധാനം. അവിടെ ഞാൻ രോഗിയായാലും എനിക്ക് പ്രശ്നമില്ല, അവിടെ ഞാൻ ദരിദ്രനായാലും എനിക്ക് പ്രശ്നമില്ല, അവിടെ ഞാൻ ഒറ്റപ്പെട്ടാൽ എനിക്ക് പ്രശ്നമില്ല, അവിടെ ഞാൻ പരിഹാസ്യനായാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ ഉള്ളം കയ്യിൽ അവിടെ നിന്നെ താങ്ങുന്നു, എൻ്റെ കർത്താവായ ഈശോ എൻ്റെ കൂടെയുണ്ട്. ഇത്തരം ചില അവബോധങ്ങൾ നമുക്ക് തരുന്ന സമാധാനം, അതാണ് ഈശോയുടെ സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം. ഈ സമാധാനമാണ് കർത്താവ് നമുക്ക് തന്നിട്ട് പോയത്. നമ്മൾ ജീവിക്കേണ്ടത് ലോകത്തിൻ്റെ സമാധാനത്തിൽ അല്ല, ലോകത്തിൻ്റെ സമാധാനത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. എനിക്ക് പണമുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് കച്ചവടമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പെൻഷനുണ്ട്, ഇതല്ല നമ്മുടെ സമാധാനം. ഇതിൽ നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. എൻ്റെ സമാധാനത്തിൻ്റെ കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ പൊന്നോമന മകനാണ്, എൻ്റെ ദൈവത്തിൻ്റെ പൊന്നോമന മകനാണ്. അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തിരിച്ചറിയുന്നു, അവിടുന്ന് എന്നെ മനസ്സിലാക്കുന്നു. ഇതാണ് എൻ്റെ സമാധാനത്തിൻ്റെ രഹസ്യം. 14-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലില്ലാതെ വന്നാൽ നമ്മൾ ജീവിതത്തിൽ ഭയപ്പാടുകൊണ്ട് വിഷമിക്കും. ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറില്ല. എല്ലാം നമ്മളെ ഭയപ്പെടുത്തും. രോഗം നമ്മളെ ഭയപ്പെടുത്തും, പരിഹാസം നമ്മളെ ഭയപ്പെടുത്തും, ഒറ്റപ്പെടുത്തൽ നമ്മളെ ഭയപ്പെടുത്തും. ഭർത്താവ് ഒറ്റപ്പെടുത്തുന്നു, ഭാര്യ ഒറ്റപ്പെടുത്തുന്നു, മക്കൾ ഒറ്റപ്പെടുത്തുന്നു. ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്തും. ദാരിദ്ര്യം നമ്മളെ ഭയപ്പെടുത്തും. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ സമാധാനം ഉള്ളിലില്ലാത്ത വ്യക്തികൾക്ക് ഇതെല്ലാം ഭയത്തിൻ്റെ കാരണമാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ സമാധാനം ഉള്ളിലുണ്ടെങ്കിലോ നമ്മുടെ ഉള്ള് നമ്മളറിയാത്ത, ലോകം തിരിച്ചറിയാത്ത ഒരു വലിയ സമാധാനം അനുഭവിക്കും. വിശുദ്ധാത്മാക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച സമാധാനമാണിത്. സകലരും കൈവിട്ടപ്പോൾ അനുഭവിച്ച സമാധാനമാണിത്. ഈശോ കുരിശിൽ അനുഭവിച്ച സമാധാനമാണിത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അങ്ങയുടെ സമാധാനം എന്നിൽ നിലനിൽക്കണമേ എന്നാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ എന്നെ ആര് കൈവിട്ടാലും, ആരെന്നെ തെറ്റിദ്ധരിച്ചാലും, ആരെന്നെ മാറ്റി നിർത്തിയാലും, ആരെന്നെ അവഗണിച്ചാലും, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സമാധാനം, നിൻ്റെ സമാധാനം നഷ്ടപ്പെടരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ യേശുക്രിസ്തുവുമായി ഐക്യത്തിലായി, ഞാൻ യേശുക്രിസ്തുവുമായി കണ്ടുമുട്ടി, ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും നഷ്ടപ്പെടാതെ നിൽക്കുന്ന സമാധാനമാണ്. അത് ലോകത്തിൻ്റെ സമാധാനമല്ല, ക്രിസ്തു നൽകുന്ന ശാശ്വത സമാധാനം, നഷ്ടപ്പെടാത്ത സമാധാനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ സമാധാനത്തിൻ്റെ കാരണം ഈ ക്രിസ്തു ആണോ, അതോ എൻ്റെ സമാധാനത്തിൻ്റെ കാരണം എൻ്റെ ബാങ്ക് ബാലൻസ് ആണോ? എൻ്റെ സമാധാനത്തിൻ്റെ കാരണം എൻ്റെ മക്കളുടെ പഠനം നന്നായി നടക്കുന്നു എന്നതാണോ? എൻ്റെ സമാധാനത്തിൻ്റെ കാരണം എനിക്ക് ചുറ്റും ഉള്ള എൻ്റെ സുഹൃത്ത് വലയവും സ്നേഹിതരും ബന്ധുബലവുമൊക്കെയാണോ എൻ്റെ സമാധാനത്തിൻ്റെ കാരണം? അതോ എൻ്റെ സമാധാനത്തിൻ്റെ കാരണം എൻ്റെ ആരോഗ്യമാണോ?
അങ്ങനെയെങ്കിൽ തിരിച്ചു വരേണ്ട സമയമായി. എൻ്റെ സമാധാനം എൻ്റെ കർത്താവിൻ്റെ സമാധാനമാണ്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ സമാധാനത്തിൻ്റെ കാരണം എന്ന് തിരിച്ച് അറിയേണ്ട സമയമായി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സമാധാനത്തിന് കാരണം പലപ്പോഴും ഞങ്ങൾക്ക് ചുറ്റുമുള്ള വസ്തുക്കളാണ്. ചിലപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ്, ചിലപ്പോൾ ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ ബിസിനസ്സും ഞങ്ങളുടെ വരുമാന മാർഗങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ സമാധാനത്തിൻ്റെ കാരണം. അത് നൽകുന്ന സമാധാനത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. എങ്കിലും കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഞങ്ങളുടെ സമാധാനം എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്നെ ഉള്ളം കയ്യിൽ വഹിക്കുന്നു എന്നതാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അവൻ എൻ്റെ കൂടെ ജീവിക്കുന്നു എന്നത് മാത്രമാണ് ഞങ്ങളുടെ സമാധാനത്തിൻ്റെ കാരണം എന്ന് ഞങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കർത്താവായ ഈശോയെ, അങ്ങ് ജീവിതത്തിലുടനീളം അനുഭവിച്ച സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അനുഭവിക്കാൻ അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ വിനീതമായി പ്രാർത്ഥിക്കുന്നു. സമാധാന രാജാവായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.